കുഞ്ഞു കരങ്ങൾ കാണിക്കൂ. ചൂടുണ്ടോ? ഊത് ഊത്. എങ്ങനെയുണ്ട്? നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾക്ക് അതിയായ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നങ്ങ് പോകണ്ട. ഞങ്ങളിങ്ങനെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് സിറ്റൗട്ടിൽ കാറ്റില്ല സോറി അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പണികൾ ഒരുപാടുണ്ട്, പക്ഷെ ചെയ്യാനായിട്ട് ഭയങ്കര മടി. ഞായറാഴ്ചയല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കാനൊരു ദിവസം കിട്ടിയതാ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാന്ന് കരുതി. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാന്ന് കരുതി. മിക്കപ്പോഴും പുറത്തുനിന്ന് വാങ്ങിയല്ലേ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കിയായിരുന്നു. കഴിഞ്ഞ ദിവസം റവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വരുന്ന വഴിക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ എടുക്കും. ഈ തിങ്കളാഴ്ച തൊട്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ 5 ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടില്ല. അപ്പോൾ ഈ വീഡിയോന് ഇപ്പോൾ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ലിജി അവിടെ നോക്കുന്ന നമ്മുടെ അനുഷ്കതോടെ അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അവളെ നോക്കുവാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ അനുഷ്ക ഞാനും നോക്കി. നീ ഇപ്പോൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ? അനുഷ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അവളുള്ള അച്ഛനും കൂടെ ഭയങ്കര മീൻപിടുത്തമാണ്. അപ്പം അവിടെ എന്താ മീൻ കിട്ടിയോ? ചൂണ്ട വെച്ചാണോ? ഇങ്ങ് വന്നേന്ന്. വലിച്ച് അവളെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ പഴയത് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സോപ്പൊടി ഇട്ടിട്ട്. ബാക്കി എല്ലാ തുണികളും കഴിഞ്ഞ 2 ദിവസമായിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ഇന്നത്തെ ബെഡ്ഷീറ്റൊക്കെ കുറേ അലക്കാണ്ട് മുക്കിയിട്ടുണ്ട്. അതിപ്പോൾ പോയി പടപടയും പറഞ്ഞ് അലക്കാ തിരിച്ചു വരിക. അതിനുശേഷം ചോറ് വെക്കുക. ചോറ് വെച്ചിട്ട് ചിക്കൻ വാങ്ങിക്കാൻ പോകണം. ചിക്കൻ വെക്കാന്ന് വെച്ചിരുന്നത് ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, മീനൊന്നും വെക്കണ്ട. പറമ്പാ ഫ്രണ്ടിലോ എപ്പോഴല്ല ഒരു നാണം വീഡിയോയിൽ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് പരിപാടി ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ലിജി കൊച്ചിനെ ഇവിടെ എടുത്തിട്ടൊരു ടാസ്ക് എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. സവാള അരിയാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി കൊടുത്തിട്ട് പോകാം. സവാള അരിഞ്ഞോ? അവൾക്ക് ചെയ്യില്ല, അവൾ കിടന്ന് ഉറങ്ങാൻ പോകണം. ഞായറാഴ്ച ആയിട്ട് റെസ്റ്റ് എടുക്കണം എനിക്ക്. ഉറങ്ങൂല? കിടക്കാനോ? ചുമ്മാതെ കിടക്കണമെന്ന്. ചുമ്മാതെ കിടക്കണ്ട. സവാള അരിഞ്ഞ് തരാൻ, ഇഞ്ചി വൃത്തിയാക്കി തരാന്നുണ്ടെങ്കിൽ കറി വെക്കാം. ഞാൻ വൃത്തിയാക്കാനോ? സമയമില്ലാത്തല്ലോ. അപ്പോൾ ഞാൻ ചോറ് വെക്കാനായിട്ട് അരി ഇടട്ടെ. കുക്കറിൽ അങ്ങനെ ചോറ് വെക്കുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. വെള്ളം പുറത്തൂടെ പോവോ? ആണോ? അപ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട. അവൻ രുചി പറഞ്ഞാൽ 1.5 ഗ്ലാസ് അരി ഇട്ടാൽ ഞങ്ങൾ 2 കൂടെ 1.5 ഗ്ലാസ് അരി മതി. 1 ഗ്ലാസ് അരി ഇട്ടാൽ മതി. 1 ഗ്ലാസ് അരി ഇട്ടാൽ പിന്നെ അതിൻ്റെ വെള്ളമോട് ഒഴിച്ചിട്ട് വെക്കാൻ തരും. ഞങ്ങളപ്പോൾ ഇന്ന് എന്താ പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാൻ തരും. ബിരിയാണി റൈസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടാക്കാൻ തരിക. പിന്നെ വിചാരിച്ച് എന്തിനാ ബിരിയാണി വയ്ക്കുന്നത്, അതൊക്കെ ഭയങ്കര നെയ്യും അതൊക്കെ ചേരും. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചോറാകുമ്പോൾ നമുക്ക് ഇച്ചിരി കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചിക്കൻ വെക്കാമെന്ന് വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ ഇവിടെയെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ചിക്കൻ കിട്ടും കേട്ടോ. അവിടെ കട്ട് ചെയ്ത് പീസായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ വാങ്ങിക്കുകയും ചെയ്യാം. സാധാരണ നമ്മൾ നാട്ടിൽ കൊല്ലത്തൊക്കെ ആണെങ്കിൽ 300 രൂപ 250 രൂപയാവും ചിക്കൻ ഒറ്റ ടൈം മേടിക്കുമ്പം. ഇവിടെ 100 രൂപയ്ക്ക് ചിക്കൻ കിട്ടും. അപ്പോൾ ചിക്കൻ മേടിക്കുക, കുറച്ച് മസാല അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞാൽ പെട്ടെന്നൊരു കറിയാക്കി എടുക്കാം ചിക്കൻ. പിന്നെ എങ്ങനെ ചിക്കൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് രീതി വെച്ചാലും ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അല്ലേ രുചി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല രുചി? ഇവിടെ കൈ മറിച്ച് ചെന്തോടി പരിപാടി. ഉറക്കം വരുന്നോ? സവാള വിളിച്ചു തരുമോ? ഞാൻ കഷ്ടപ്പെട്ടില്ലേ? തരുമോ? പൊളിച്ചൊക്കെ തരാം. അപ്പോൾ ഞാൻ ഡ്രസ്സലൊക്കെ അരി വേവിച്ചിട്ട് അരി വേവിക്കാൻ വെച്ചിട്ട് ഡ്രസ്സലക്കാൻ പോട്ടെ. ഡ്രസ്സലക്കാൻ പോയിട്ട് വരുമ്പോഴത്തേന് അരി വേവുമെന്ന് വിചാരിക്കുന്നു. അയ്യോ ഇല്ലല്ലേ വേവ്. അപ്പം നമുക്ക് നേരെ പോയിട്ട് എനിക്ക് പിന്നെ കടയിൽ പോകണം. ലിജീനെ കിടത്തിയിട്ട് കടയിൽ പോയി തൊട്ടടുത്ത് തന്നെ കേട്ടോ. കടയിൽ പോയി നേരെ പോയി ചിക്കനും വാങ്ങി പെട്ടെന്ന് അപ്പം തന്നെ കിട്ടും ചിക്കൻ. മേടിച്ചിട്ട് നേരെ വരിക. ബാക്കിയെല്ലാം ഇന്നലെ മേടിച്ചിട്ടുണ്ട്. മസാലയും സവാളയും പച്ചമുളകും എല്ലാം ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് അരി ഇട്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളിത് അകത്ത് കയറി പോരുന്നുണ്ടോ. ഞാൻ ഈ റൂമൊക്കെ ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്തൊക്കെ ഇട്ട്, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. പിന്നെ എന്നാലും വൃത്തിയായിട്ടൊന്നുമില്ല.
പിന്നെ നമ്മൾ ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ടേ കെട്ടി വെച്ചിരുന്നു ചേട്ടാ. അപ്പോൾ ഇതിനകത്ത് ആവിയായി. ഇത് ക്യാപ്സിക്കനൊക്കെ ലിജി പറഞ്ഞിട്ട് മേടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. എന്തിനാണോ ഈ ക്യാപ്സിക്കൻ? ലിജി ക്യാപ്സിക്കൻ എന്തിനാടി? ഇടി ആള് മൊബൈലിൽ കളിക്കാം. അപ്പോൾ നമ്മുടെ അരി ഇതാണ് കേട്ടോ, പാലക്കാടൻ മട്ട റൈസ്. ഇത് റിസ് എന്താ ചാവൽ റൈസ്. ഇനി മറ്റേ ഇതായിരിക്കും കേട്ടോ, ഫ്രഞ്ചോ വല്ല ജർമ്മൻ ഭാഷ വല്ല ആയിരിക്കും. റൈസ് എന്നുള്ളതിൻ്റെ ഇതായിരിക്കും കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണേ. റൈസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കട്ടെ. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് അരി എടുക്കാം കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഗ്ലാസ് അരി കൂടെ ഇട്ടേക്കാം. ഇനി സജിത്ത് വരുവാണെങ്കിൽ സജിത്ത് ബ്രോക്ക് ഇച്ചിരി ചോറ് കൊടുക്കാം അല്ലേ? ഇങ്ങനെയാണ് ചെയ്യണല്ല, നിങ്ങൾക്ക് അറിയത്തില്ല. എന്താ ഇങ്ങനെ ആയിട്ടില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മുടെ അരി ഇതാണ് അരി. ഇതാണ് പാലക്കാട് മുട്ട റൈസ്. എല്ലാവർക്കും അറിയാലോ. ഇനി പറഞ്ഞത് ഇത് ഒരു ഗ്ലാസ് ഇട്ടാൽ മതി. ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഇട്ടാൽ പോരെ അരി? നീ പറയുന്ന കേട്ടാ ഞാൻ എല്ലാം ചെയ്യുന്നത്. പാളിപ്പോയുണ്ടല്ലോ. നേരെ പിടിക്കട്ടെ. ക്യാമറ പിടിക്കുക ഏൽപ്പിച്ച ആൾ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചൊറിയാനൊക്കെ പോകണം. നേരെ പിടിക്കണം ക്യാമറ കേട്ടോ. നിറച്ച് വെക്കണം. ഒരു അര മിനിറ്റാകല്ലേ? പോരെ? അരി പൊടിപ്പോവും. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അല്ലേ? പൊടിപ്പോയോ? മാറ്റണോ? മാറ്റട്ടെ? ഇതിനി കൂടിപ്പോയാൽ നമുക്കിതൊരു പായസമായിട്ട് മധുരമൊക്കെ ഇട്ട് പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഇവിടെ എല്ലാവർക്കും. ഓക്കെ, ഞാൻ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് വരട്ടെ. അതിൻ്റെ ക്യാമറ ഇത്ര നേരം പിടിച്ച് സഹകരിച്ച ലിജി കൊച്ചിന് നന്ദി അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അരിയൊക്കെ കഴുകിയെടുത്തിട്ടോ. അരി കഴുകിയെടുത്ത് വന്നപ്പോഴാണ് അരി വെക്കാനുള്ള വെള്ളം തീർന്നു. നമ്മൾ പൈപ്പിലെ വെള്ളം അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ലിജി ഞാൻ കിണറ്റിൽ വെള്ളം എടുത്തിട്ടോട്ടെ. അപ്പോൾ ഇവിടെ അപ്പുറത്തൊരു കിണറുണ്ട് കേട്ടോ. അവിടെ പോയി വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ വെള്ളം എടുത്തിട്ട് വന്നു കേട്ടോ. വെള്ളത്തിൽ കുറച്ച് പൊടിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചൊക്കെ എടുത്ത് ലിജി ഇതിനകത്തിൻ്റെ എത്ര വെള്ളം വെക്കണോടി? ഈ കുക്കറ് ഇൻഡക്ഷൻ ബേസിൽ വെക്കുന്ന കുക്കർ കേട്ടോ. കുക്കർ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. കുക്കർ പൊടി പിടിച്ചിരിക്കുമായിരുന്നു. എത്ര അരി വെക്കണം? എത്ര വെള്ളം വെക്കണം? എത്ര? ഇത്രേ. കുക്കറിനകത്ത് വെക്കാൻ എനിക്ക് അറിയാം. കലത്തിലാണെങ്കിൽ ഞാൻ എന്തായാലും ചോദിക്കത്തില്ലായിരുന്നു. ഇവിടം വരെ മതി. കുറച്ചുകൂടി ഇവിടെ ഇത്ര മതി. അതിനുള്ളിൽ അരി വേവോ? ആണോ? അപ്പോൾ അരി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം പിന്നെ അരി ഇട്ടിട്ട് അടയ്ക്കല്ലേ? അരിയും വെള്ളം ഒരുമിച്ചൊക്കെ വെച്ചാൽ മതിയോ? അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടേ. കേട്ടോ. ലിജി പറഞ്ഞ കണക്കനുസരിച്ച് വെള്ളം ഒഴിക്കോ. ലിജിനെടുത്ത് കാണിക്കാം. ഇത്ര വെള്ളം മതിയോ? എടി നോക്കാം. ഇത്ര വെള്ളം മതിയോ? മതിയല്ലോ. കുറച്ചുകൂടെ വേണോ? അരി ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അരി ഓക്കെ ലിജി, ഇത്ര വെള്ളം മതിയോ? മതിയോ? ഓക്കെ, നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഇവളുടെ അഭിപ്രായത്തിലാണ് ഞാൻ ഇത് വെക്കുന്നത് കേട്ടോ. 400 അയച്ചോ എനിക്ക്. ലിജിയുടെ അക്കൗണ്ടിൽ എവിടെന്നോ ഒരു 400 രൂപ ലിജിയുടെ അക്കൗണ്ടിൽ വന്നു കേട്ടോ. എന്തേ? ഓക്കെ ശരി.
അപ്പോൾ അത് അവളെ എനിക്ക് അയച്ചെന്ന് പറഞ്ഞേ. അപ്പോൾ അതെ അരി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചു കൊടുത്തിട്ട് വേവിക്കാം. സാധാ നോർമൽ ഇതൊന്നും വെച്ചാൽ പോരെ. റൈസിനൊക്കെ സെപ്പറേറ്റ് സ്ലോ കുക്ക്, സ്റ്റിർ ഫ്രൈ, പ്രഷർ കുക്ക് കൊടുക്കല്ലേ? എന്നിട്ട് എത്ര വിസിലായിരിക്കും? 6 വിസിൽ. അപ്പോൾ ഈ അരിക്ക് 6 വിസിൽ വേണമെന്ന് രുചി പറഞ്ഞത്. എനിക്ക് ഈ കുക്കറിനെ കുറിച്ച് യാതൊരു വിധ പരിപാടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കറിന് അടപ്പം തന്നെ ഓണാക്കട്ടെ. പ്രഷർ കുക്കറാണോ കൊടുക്കണ്ടേ? 30 മിനിറ്റോ? മാനുവൽ കൊടുത്തിട്ട് 6 വിസിൽ അടിച്ചാൽ പോരടി. 2 മിനിറ്റ് കിടക്കുന്നത്, 2 മണിക്കൂർ കിടക്കുന്നു. ആ നീ അവിടെ ഓഫ് ചെയ്തോളൂ. വേണ്ട നിന്നെ ഇവിടെ ഇരുത്തുന്നില്ല. ഞാനും കുക്കറങ്ങനെ തറവല്ല വീഴുവാണേലേ വേണ്ട. അപ്പം നമ്മുടെ സാധനം റെഡി ആവട്ടെ. അപ്പം ഞാനെന്താ പറയുക സാധനം വാങ്ങിയിട്ട് വരാൻ പോയിട്ട്. അല്ല സജിത്തിനെ വിളിച്ചു നോക്കാം, അവനോട് എത്തി ചോദിക്കട്ടെ. അവൻ എപ്പോൾ വരുമെന്ന് ചോദിക്കാം. അതാകുമ്പോൾ നമുക്ക് സാധനം എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് അവൻ വരാറാകുമ്പോഴത്തേന് ചിക്കൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ പോവുകയും വേണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് വലക്കാം. അപ്പോൾ ഞാൻ അടുത്ത പരിപാടി ഞങ്ങളിത് വെജിറ്റബിളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. അപ്പോൾ ലിജി എന്തായാലും കിടക്കണമെന്ന് പറഞ്ഞാൽ കിടക്കാതിരിക്കാൻ ഇങ്ങനത്തെ കുറച്ച് ടാസ്കുകൾ കൊടുത്താൽ റെഡിയാവും അല്ലേ ലിജി? ഇവിടെ ഫോണിൽ കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇത് 6 വിസിലടിക്കട്ടെ. അപ്പോൾ ഇത് 5 സവാള ലിജി പറഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 സവാള ലിജി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി 2 കേട്ടോ പോരെ? വരണം ഒരു തക്കാളി. പച്ചവളം എത്ര വേണം? ആദ്യം പച്ചവളം. പിന്നെ വേറെ ഒന്നും ഇല്ല ഇടാനായിട്ട്. വെളുത്തുള്ളിയൊക്കെ എടുക്കണം. വെളുത്തുള്ളിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് വെക്കട്ടെ. കഴുകിയെടുത്ത് അരിഞ്ഞ് വെക്കട്ടെ. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ദേ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിനകത്തിന് കറിവേപ്പില ഇല്ല കേട്ടോ. കറിവേപ്പില ഇനി സൈത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാം. അതിനോട് മേടിച്ചോണ്ട് ഞാൻ പറയല്ലേ, കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഞാൻ പറയല്ലേ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കാം. അതിന് കറിയൊക്കെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 6 വിസിലടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ കേട്ടോ. കുറച്ചായിട്ട് 7 വിസിലടിച്ചില്ലേ? തുറന്നു നോക്കിയാലേ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇതും കൂടെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണാം. അടിപൊളി ചിക്കൻ കറി ആയിരിക്കും കേട്ടോ. ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം ചിക്കൻ ഇതുവരെ വന്നിട്ടില്ല. സാധനങ്ങൾ അരിഞ്ഞിട്ടേ ഉള്ളൂ. ചിക്കനായിട്ടുള്ള ആൾ ഇതുവരെ എത്തിയിട്ടില്ല. സൈത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കന് വേണ്ടി. ഒരു പോലെ വാ, ചിക്കനായിട്ട് ആളെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടെ. ശ്രദ്ധിച്ചരിയണേ, കൈമുറിയല്ലേ? കൈമുറി ക്യാൻസൽ ചെയ്ത്. തക്കാളി സവാള എല്ലാം അരിഞ്ഞ് തരണേ. അപ്പോൾ എനിക്ക് ഇച്ചിരി ജോലി പറഞ്ഞിരിക്കും. ഇതിനേക്കാൾ നല്ലത് ഞാൻ അരിഞ്ഞാൽ തോന്നുന്നു. ഒരാൾ പാത്രം പിടിച്ചു കൊടുക്കാൻ, ക്യാമറ പിടിക്കാൻ ഒരാൾ മടി വെച്ചാ. അരിഞ്ഞോ? കുഴപ്പമില്ല. ആ കൈയുടെ ഇതൊക്കെ പോകുന്നുണ്ടോ? പ്രൊഫഷണൽ വീട്ടമ്മമാരുടെ എല്ലാ ക്വാളിറ്റിയും കാണുന്നുണ്ട്. കയ്യങ്ങനെ മുറിഞ്ഞ എനിക്ക് കയ്യാണ്ടോ? ചില പീസുകളൊക്കെ വലുതായി വീഴുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചെറുതായിരുന്നു, പിന്നെ വലുതായി എളുപ്പത്തിനാണോ അത്? പെട്ടെന്ന് പരിപാടി ഇപ്പൊ ചെറുതായി. കുറ്റം വന്നതാണോ നീ? നീയും പറഞ്ഞല്ലോ. അങ്ങോട്ട് അരി സാറ് പിടിച്ചു കൊടുക്കാൻ ഒരാള്, വേറെ ആർക്കും അല്ലല്ലോ. ഓ ഭാര്യയ്ക്ക്. സമയം എന്താണ് ഇത്? ഞാനേ തുണിയല്ല കഴിഞ്ഞ നീ പറഞ്ഞ സംഭവം തന്നെ. അപ്പുറത്തെ വീട്ടിൽ മറ്റേ അമ്മ കാണൽ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞാലേ അമ്മായിയമ്മയെ കാണാനായിട്ട് വരും. അല്ല ഷായിച്ചേട്ടൻ പറഞ്ഞു അപ്പുറത്ത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോയി തുണി കിടന്ന് അലക്കി കഴിഞ്ഞാൽ അവർക്കതൊരു ശല്യമാവും. അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ മാറ്റി വെച്ചു. ഉച്ച കഴിഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ കിടന്ന് തുണിയിട്ടടിക്കുക. എന്താ ബെഡ്ഷീറ്റൊക്കെ അത് അടിക്കാതെ രക്ഷയില്ല. ഫുള്ള് അടിക്കുന്ന സൗണ്ടായി പോകും.
ഇത് പൊട്ടിച്ച നീ അരി പൊട്ടി ഞാൻ അരി ഇട്ടത് പാലക്കാടൻ മട്ട. അതിന് ഭയങ്കര വേവ് കൂടുതലാണ്. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ തുറക്കാറായി കാണത്തില്ലേ? തുറന്നു നോക്കിയാലോ നമുക്ക്. അരി ഇതിനകത്തോട്ട് ഇറേ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നാല് അങ്ങനെ കാലടിപ്പിച്ചു പിടി. ഇങ്ങനെ കാലടിപ്പിച്ചു പിടി. കാലടിപ്പിച്ചു പിടി. കുറച്ച് ഗ്യാസ് കൂടെ ഉണ്ട് അതിനകത്ത്. ഗ്യാസ് പോയി കാണത്തില്ലേ? പോയി കാണുമല്ലേ? ഇങ്ങോട്ട് തിരി. എന്തോടാ എന്താണോ? ഉറപ്പാണോ? നീ എനിക്ക് ഒരേ തട്ടിലാണല്ലോ. എനിക്കാണല്ലോ ഡൗട്ട് മൊത്തം. ഞാൻ സ്പൂൺ എടുത്തിട്ട് വന്ന് നോക്കാം. അവിടെ ഉണ്ടാവും സ്പൂൺ. അവിടെ ഇതാകത്തുണ്ട്. ചിക്കൻ ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചു. പിന്നെ അടുക്കള വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അത്യാവശ്യം എൻ്റെതായ രീതിയിലൊക്കെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുക്കള കേട്ടോ. രാവിലെ ഒരു എലി പുറത്തുനിന്ന് ചാടി ഇതിനകത്ത് വന്നടാ. ഞാൻ ഇവിടെ എല്ലാം ഇട്ട് ഓടിച്ചു. സംഭവം എന്താ, ഈ അരിയൊക്കെ ഇരിക്കുന്ന കാരണം അവൻ പുറത്തുനിന്ന് വന്നതാ. മണത്തറിഞ്ഞ് വന്നതാ. അരിയൊന്നും ഇല്ലായിരുന്നല്ലോ. രാത്രി അപ്പൊ കുനുകുനാന്ന് സൗണ്ട് എന്താ? എന്ത് എന്ത് എന്താ എന്താ? ഓ വെരി നൈസ്. 10-15 മിനിറ്റ് എടുത്തിട്ട് സംഭവം റെഡിയാടാ. ഊറ്റി കൊടുക്കട്ടെ അല്ലേ? സവാള അരിഞ്ഞ് വെച്ചു, ഇഞ്ചി അരിഞ്ഞ് വെച്ചു, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം വെച്ചിട്ടോ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതുമായിട്ടൊന്ന് മിക്സായിട്ട് കുറച്ച് മസാലയൊക്കെ പിടിച്ചിരിക്കും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് വേറൊരു പാത്രത്തിൽ അടുപ്പിലാക്കി വെക്കാം. കാരണം എന്താ വെച്ചാൽ ഈ പാത്രത്തിലാണ് നമ്മൾ കറി വെക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, അത്യാവശ്യം മസാല എല്ലായിടത്തും ഒന്ന് പിടിച്ചിട്ടുണ്ട്. മസാല കറക്റ്റായിട്ട് അതിന് ഇട്ടത് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിയുടെ ഒരു മിഠായി ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെ എന്താ സാധനം? നെക്സ്റ്റാർ ബ്രൗണീസ് നബാട്ടി മറ്റേ സാധനമില്ലേ, മറ്റേ എൻ്റെ പേരെന്താ? അത് വഫിൾസ് അതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറി വെക്കാൻ പോട്ടോ. എന്താ ഓണാവത്തെ? ചട്ടി അത് ചൂടായതിട്ട് എണ്ണ വയ്ക്കാം. ഈ ചട്ടിക്കകത്ത് ഇളക്കുന്ന മറ്റേ തവിയില്ല കേട്ടോ. ഇത് അങ്ങനെയായിട്ട് ഇളക്കിയാൽ തോന്നുന്നു. ഇതിനകത്തെ സംഭവങ്ങളെല്ലാം പോയി കഴിഞ്ഞു. എൻ്റെ അകത്ത് കാർബണോ എന്താണ് സാധനം? പൊട്ടിച്ചോ? പൊട്ടിച്ച ഈ കുറേ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടാ പൊട്ടിച്ച് നോക്കെ. ഇവിടെ പിടിച്ച് വലിച്ചു നോക്കെ. ഇത്രയും പൊട്ടിച്ചു കേട്ടോ, കുറച്ച് പൊട്ടിയിട്ടുണ്ട്. എനിക്കും പറ്റുന്നില്ലല്ലോ. നീ പൊട്ടിക്ക്. ചട്ടി ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടല്ലേ ജി? ഇത്ര എണ്ണ ഒഴിച്ചാൽ മതിയോ? അതെ മതിയോ? കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണം. അയ്യോ, ഇപ്പം മറിഞ്ഞ എണ്ണ എല്ലാം കൂടെ അതിന് വീടാനെ. ഞാനത് ഏകദേശം ഇത്ര എണ്ണ ഉണ്ടാക്കി. ഞാനെന്നാ മാഗി ഉണ്ടാക്കിയതിൻ്റെ എണ്ണ മറിഞ്ഞ് വീണ് പോയി. കടുകിടാം. എണ്ണ ചൂടാവട്ടെ. ഓക്കെ, അപ്പോൾ അതെ കടുക് ഇത്രയും കടുകുള്ളൂ കേട്ടോ. ഇതിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടാവും. ആകെ 4 കടുകുള്ളൂ. അത് ചൂടായ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാനും പറ്റത്തില്ല. ഉള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചൂടായില്ല, എണ്ണ ചൂടായില്ല. ഇല്ലില്ല, അത് മാറി. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. വേണ്ട വേണ്ട. അപ്പോൾ കറിവേപ്പില ഇല്ല. അപ്പോൾ സൈത്തൂറ കറിവേപ്പില എടുക്കാൻ വീട്ടിൽ പോയിട്ടോ.
ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിക്കകത്ത് വെള്ളമുണ്ട്, അതാ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. ഇനി വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൈ കൊണ്ട് വാരിയിടുന്നത് നല്ലത് കേട്ടോ. ഇജി കമോൺ, ഇനി എന്തോ ഇടണ്ടേ? പച്ചമുളകോ? ഇതട്ടെ. ലിജിയുടെ കറി ലിജി ഇടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ അവൾ പറയുന്ന കണക്ക് ചെയ്തിട്ട് അത് അവൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൾ ഉണ്ടാക്കുന്ന ഞാൻ അടിപൊളി ടേസ്റ്റ് ചിക്കൻ കറി എനിക്ക് വേണം. വേണ്ട? ആ, ഓഹാ സന്തോഷം. പൊക്കി പറഞ്ഞല്ല. ആ പറ. അമ്മയുടെ കറിയാണോ നിൻ്റെ കറിയാണോ നല്ലതെന്ന് ചോദിക്കാനുള്ള നിൻ്റെ സൈക്കോളജിക്കൽ മൂവല്ലേ? രണ്ടുപേരുടെയും കറിയല്ല, കടയിലെ കറി അടിപൊളി. അയ്യേ, അപ്പോൾ നല്ലോണം മൂത്ത് വരട്ടെ. പച്ചവളം ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമുക്ക് സാധനം ഇടാം. ഇനി അടുത്ത് എന്തോ ഇടണ്ടേ? സവാള. ഓക്കെ. ഇത് മൂത്തില്ലല്ലോ. മൂത്താണോ? ഇല്ലല്ല, മൂത്തില്ല. കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പൊക്കി എടുത്തോണ്ട് കാണിക്കണം, അതാണ് ഒരു കുഴപ്പം. മൂത്തോ? സവാള ഇടട്ടെ? അപ്പോൾ നമുക്ക് സവാളകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടില്ലല്ലോ. കറിവേപ്പിലായിട്ട് ആൾ വന്നില്ല കേട്ടോ. ഈ വെളുത്തുള്ളി ഒന്ന് വാടാനുണ്ട് കേട്ടോ. വെളുത്തുള്ളിയുടെ മണം മതിയോ? സവാള ഇടട്ടെ? സവാള കുറച്ച് ഇച്ചിരി ഉപ്പിടാം. സവാള ഇട്ടട്ടെ? ഓക്കെ. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് സവാള ഇട്ടൊന്ന് ഇളക്കുവാണ് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലിജിക്കൊച്ചിൻ്റെ ഐഡിയയിലും ഒക്കെ ഉള്ള ഒരു ചിക്കൻ കറി ആയിരിക്കും ഇത് കേട്ടോ. ആ ലിജിയുടെ ഐഡിയ എന്ന് പറയുമ്പോൾ അവളുടേതായ രുചി ഉണ്ടാവുമല്ലോ, പിന്നെ ഒരു കൈപ്പുണ്യം ഉണ്ടാവുമല്ലോ അവളുടെ. അത് കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ കിട്ടത്തോളോ ഇങ്ങനെ ഉണ്ടാക്കിയാലേ കിട്ടത്തോളോ എന്നുള്ളത് പറയാം. കാരണം ഇളക്കും ആ ഒരു അളവും. സവാളയൊക്കെ ഞാൻ അരിഞ്ഞതിൽ കുറച്ചൊക്കെ കനം കൂടിയും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ അരിഞ്ഞെടുത്തതായിരുന്നു. ഇളക്കുന്ന നമ്മുടെ സൈസാണ് കേട്ടോ ചിക്കൻ കറിക്ക്. അപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കണം. ഇളക്കാന്ന് പറഞ്ഞാൽ മേടിച്ചാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണോ? ഇല്ലേ ലിജി? നല്ല രീതിയിൽ ഇളക്കണം. സവാള വാടി നല്ല ബ്രൗൺ കളറിൽ വരണം. ഇല്ല ലിജി? എനിക്ക് അമ്മയായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. തക്കാളി ഇടണ്ടേ? തക്കാളി ഇത് വേടിയിട്ടാ പോരെ? വാടിയിട്ടായി തക്കാളി പെട്ടെന്ന് ഇതായിപ്പോ. ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി കറി ആയിരിക്കും. ചെട്ടനാട് ചിക്കൻ കറി എന്ന് പറയാം അമ്മ എടുത്ത്. എന്താ ഇത്ര മടിയനാ കുട്ടൻ ഇവള് പറയാ? വൃത്തിയായിട്ടവള്. ആ, നീ മടിയില്ലാത്ത ആളാണല്ലോ. സൈത്തിനെ കൊണ്ട് ഇളക്കിക്കോല്ലേ? പിന്നെ ആ ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. ആ ചിക്കൻ കറി കഴിച്ചാൽ പിന്നെ വേറെന്താ വേണ്ടേ? അല്ലേ? ഇത് അതുണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ തോരൻ വെക്കാൻ. ഈ ക്യാരറ്റ് തോരൻ വെക്കട്ടെ? ബീൻസ് വേണം നിനക്കല്ലേ? ബീൻസ് ആണെങ്കിൽ വേണ്ടി ഞാൻ കടയിലും പോയില്ല ഞങ്ങൾ കേട്ടോ. എനിക്ക് ചിക്കൻ കറി മാത്രം പോരാ, വേറെ എന്തെങ്കിലും കറി വേണമെന്നാ ചോറിന്. അപ്പോൾ നമുക്ക് സംഭവം റെഡി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ.
മസാല വഴച്ചെടുക്കാം. നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം മഞ്ഞപ്പൊടി കേട്ടെ, മഞ്ഞപ്പൊടി, എൻ്റെ മല്ലിപ്പൊടി, ഇത്രയാണോ മല്ലിപ്പൊടി? മുളക് പൊടി അതിനെ കുറച്ച് ഇട്ടോളൂ. 1 സ്പൂൺ ഇട്ടെ. ഇത് ഇല്ല, കുറച്ച് ഇട്ടെ. മതിയോ കളറ്? അപ്പം ലിജി പറയുന്നതാണ് കാര്യം ചെയ്ത് കേട്ടോ. രണ്ടാന്ന് പറഞ്ഞേക്കുന്നത്, പൊടി രണ്ടാന്ന് പറഞ്ഞേക്കുന്നത്. ഒരു മുളക് പൊടി കടത്തി തന്നു. അപ്പോൾ കുരുമുളക് പൊടി മതിയോ? മെയിനായിട്ട് ചിക്കൻ മസാല ഇട്ടില്ല. എത്ര മതിയോ? മതിയോ? അപ്പോൾ നമ്മുടെ ഇത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് നേരിട്ട് നെല്ലിഞ്ഞ സ്ഥലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അവസ്ഥ പറ്റി ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. കുറച്ച് വെള്ളം മതി എന്ന് എനിക്ക് പറഞ്ഞേ. കുറച്ചുകൂടെ ഒഴിക്കാൻ പറഞ്ഞു. മതിയോ? ചിക്കൻ മുങ്ങി കിടക്കട്ട. എത്ര മതി? അപ്പോൾ ലിജി പറഞ്ഞതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. ലിജി പറഞ്ഞിടത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. 5 മിനിറ്റ് ആണോ? പിന്നെ വെള്ളം ഒഴിക്കണ്ട. നമുക്ക് എത്തി നോക്ക്. കുറച്ച് ഒഴിച്ചോളാം. കണ്ടോ, ഇത് കണ്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാ. കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുള്ളൂ. ഉപ്പ് നോക്കാം. ഇപ്പം നോക്കാം, ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നോക്കിയാൽ പോരെ? അതിപ്പോൾ നോക്കണോ? ഓക്കെ. അപ്പം നമ്മുടെ വെള്ളത്തിൽ മുങ്ങി കിടക്കണ്ടല്ലോ കറിക്കിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇടുക്കി സ്റ്റൈൽ ചിക്കൻ കറി കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറി കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ മുളക് പൊടി കൂടുതൽ ചേർക്കും, മല്ലിപ്പൊടി കുറച്ചാണ്. അല്ല, നമ്മളവിടെ കൊല്ലത്ത് എങ്ങനെ വെച്ചാൽ 2 ടീസ്പൂൺ മുളക് പൊടിക്ക് 1 ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? നിങ്ങൾ തിരിച്ചല്ലേ? നിങ്ങൾ മല്ലിപ്പൊടി കൂടുതൽ ഉപയോഗിക്കും അല്ല? നിങ്ങൾ മുളക് പൊടി 1 ടീസ്പൂൺ അല്ലേ ഇട്ടോളൂ? പെരട്ടി വെച്ചായിരുന്നോ? അതുകൊണ്ടാണോ? ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെക്കാം അല്ലേ? അടച്ചു വെക്കണ്ടേ? പെരട്ടി വെച്ചപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ല, അതുകൊണ്ടാണ് മല്ലിപ്പൊടി കൂടുതൽ ഇട്ടല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ ആയിട്ട് കേട്ടോ. ഇനി ഇത് തിളയ്ക്കണം. അപ്പോൾ ലിജിക്ക് ടേസ്റ്റ് വെച്ച് കൊടുക്കട്ടെ. കുഞ്ഞു കരങ്ങൾ കാണിക്കൂ. ചൂടുണ്ടോ? ഊത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ എൻ്റെ കുക്കിംഗ്? എരിവാണോ? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാ. അപ്പം അടച്ചു വെക്കട്ടെ എന്നാ. കൊടുക്കാം കുറച്ച്. ഇടാ ടെസ്റ്റ് ചെയ്ത്. കൊള്ളാം. ആ, ഇപ്പോൾ ഇട്ടേ ഉള്ളൂ. കറിവേപ്പില ഇടണോ? മീഡിയം ഫ്ലെയിമിൽ നമുക്കത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഈ കറിയുടെ ഒരു ഗുലുഗോ അവസാനിക്കുകയാണ് കേട്ടോ. അല്ലേ ലിജി? ഇത് പറഞ്ഞു തന്ന ലിജിയാണ് കേട്ടോ. എല്ലാം ക്രെഡിറ്റ് ലിജിക്കാണ് ഈ കറിയുടെ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ, ഇത് അടിപൊളി കറിയാണ് കേട്ടോ. നല്ല കൊഴുപ്പുള്ള. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വളരെ വ്യത്യാസം വരും. വെള്ളം കൂടിപ്പോവും, പിന്നെ വീണ്ടും അത് അങ്ങനെ കുറേ പോലെ ടെക്നിക്ക് ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറി കേട്ടോ. നല്ല കൊഴുപ്പുള്ള കിഡിലോസ്കി കറി ആയിട്ടുണ്ട്. ലിജിയുടെ ആ ഒരു റെസിപ്പി അടിപൊളി കേട്ടോ. കൈയോട് വെരി ഗുഡ്. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം.
ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അടച്ചു വെക്കാൻ പോകണം കേട്ടോ. കറി അടച്ചു വെക്കുവാണെങ്കിൽ ഇനി ഉപ്പിട്ടില്ലല്ലോ രുചി. ഉപ്പ് കറക്റ്റാണോ? അല്ല ഉപ്പിടണോ? കുറച്ച് ഉപ്പ് കൂടി വേണം കേട്ടോ. അതുകൂടി ഇട്ടിട്ട് അടച്ചു വെക്കിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ കറി സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി ഒന്ന് ഇറക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ചില ചോറിട്ട് ചോറ് കഴിക്കാം. ഇനി ഒരുപാട് ജോലികൾ ബാക്കി നിൽപ്പുണ്ട് കേട്ടോ. തുണി അലക്കാനൊക്കെ ഉണ്ട്. ഇതാണ്ട് പെട്ടെന്ന് കഴിച്ചേക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും ഇടാനില്ല. ഉപ്പും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് വിളമ്പാം. അപ്പോൾ അത് ചൂടോടെ കുറച്ച് കറി കോരി നമ്മുടെ രുചികൊച്ചിൻ്റെ പാത്രത്തിലോട്ട് വെക്കാം. ഒരു പീസൊക്കെ ആയിട്ട് രുചിയുള്ള ചോറ് ഇത്രയും ചോറ് മതി കേട്ടോ. ചോറ് കുറച്ച് വെന്ത് പോയിട്ടുണ്ട്, പക്ഷേ അത് നല്ലതാണ്. അപ്പോൾ അവൾക്ക് ചോറ് ഉരുട്ടി കഴിക്കാനായിട്ട് എളുപ്പമാണ്. ചോറ് തറയിൽ പോയില്ല. കുറച്ച് കറി കഴിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഗ്യാസ് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ബാക്കി നമുക്ക് അടച്ച് വെച്ചേക്കാം കേട്ടോ. അവിടെ നിന്ന് പറ്റട്ടെ. ഇത്രയും പറ്റിയാൽ മതി. ഇനി നമ്മൾ ആൾക്ക് കഴിക്കാൻ കൊടുക്കാം. ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ടോ നോക്കി കഴിക്കണ്ട. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി. ഇതിൻ്റെ റെസിപ്പി ഫുള്ള് പറഞ്ഞു തന്നതും എന്നെ കൊണ്ട് ചെയ്യിച്ചതെല്ലാം ഇരിക്കുന്ന ആളാണ് കേട്ടോ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആൾക്കാണ്. നന്നായാലും കൊള്ളത്തില്ലെങ്കിലും നല്ലതായാലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റാണ് കേട്ടോ. മിക്കവാറും ഇവിടെ നല്ലതെന്ന് പറയുള്ളൂ, കൊള്ളത്തില്ലെങ്കിലും. ചുമ്മാ അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. രുചിയുടെ മീൻകറിയും ചോറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേറെ ടൈപ്പിലാണ് വെക്കുന്നത്. മീൻകറി ചോറാര് വെച്ചതാണോ? ചോറാര് വെച്ചാലും നല്ലതാണ്. കറി എങ്ങനെയുണ്ട്? കൊള്ളാമോ? ശകലം ചിക്കൻ പീസ് എടുത്ത് ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഉച്ച വരത്തുള്ള വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഇനി ഒരുപാട് ജോലികൾ നമുക്ക് ബാക്കി ഇരിക്കുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഒരു ബൈ പറയാം. ബൈ.